ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ സർവൈവൽസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്നൊരു ചിക്കൻ ഫാം ഉണ്ടാക്കിയെടുക്കാനാണ്. നമ്മുടെ വീറ്റ് ഫാമിൽ നിന്ന് നമുക്ക് നല്ല ലൂട്ട് കിട്ടുന്നെങ്കിലും അത്ര ലൂട്ട് കിട്ടുന്നില്ല. അയ്യോ ക്രീപ്പർ പൊട്ടരുത്. കഥക് തുറക്കാനായിട്ട് കാത്തിരിക്കുമായിരുന്നു ഈ സാധനം. പൊടാ 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 ഗൺ പൗഡർ താടാ. ഗൈസ്, നമുക്കിങ്ങനെ തുടക്കത്തിൽ തന്നെ ഗൺ പൗഡറും കിട്ടി. ഞാൻ നമ്മുടെ വീറ്റ് ഫാമിൽ കുറേ നേരം AFK നിന്നിട്ട് 23 ബ്രെഡ് ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡ് തുടക്കമായത്. ഓക്കെ, നമ്മൾ ഈ ഒരു 3/4 ഭാഗവും ഏകദേശം നമ്മൾ AFK എടുത്ത് സൈക്കിൾ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിച്ചിരി ഇപ്പുറത്തോട്ട് ക്ലിയർ ചെയ്തിട്ട് അവിടെ ഒരു ചിക്കൻ ഫാം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഈ സ്ഥലം ഫുൾ ക്ലിയർ ചെയ്ത് തീരാറായി. ഇതിന് ശേഷം നമുക്ക് കുറേ ഓക്ക് ഫെൻസ് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരണം. ഓക്കെ, നമ്മൾ ഇതുകൂടെ ചെയ്യുമ്പം നമ്മൾ ഈ സ്ഥലം ക്ലിയർ ചെയ്തു. നമ്മുടെ ഇൻവെൻട്രി ഫുള്ള് ഫില്ലായിട്ടുണ്ട്. ഇതുകൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻവെൻട്രി കൊണ്ടുപോയി സോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇനി വീട്ടിൽ പോയി കുറച്ച് ഫെൻസ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ 45 ഓക്ക് ഫെൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം. ഓക്ക് ഗേറ്റ് ഉണ്ടാക്കാൻ മറന്നുപോയി, അത് നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇവിടെ വെക്കാം. കോഴി ഇവിടെ നിന്ന് പോയി പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ മുതലാണ് ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അങ്ങോട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതാ വരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു ഫെൻസ് ഗേറ്റും കൂടെ വെക്കുമ്പോൾ ഈ ഒരു ഫാം കംപ്ലീറ്റ് ആയില്ല. ഓക്കെ, ഇത് നമുക്ക് തുറന്നിട്ടിട്ട് ഒരു സീഡും കയ്യിലോട്ട് എടുത്ത് ഇതേ ഇരിക്കുന്നൊരു സീഡ്. ഓക്കെ, ഇവിടെ എങ്ങാനും ഒരു ചിക്കൻ നിൽപ്പുണ്ടോ എന്ന് നോക്കണം. ഒരാളെ കിട്ടി. മൊത്തത്തിൽ നമുക്ക് 2 പേര് ആവശ്യമുണ്ട്. ഓക്കെ, ഇവനെ നമുക്ക് കൂട്ടി കൊണ്ടുവിടണം. കയറുക. കുറച്ചുകൂടെ ഉള്ളൂ. കയറുക. എൻ്റെ പറയുണ്ടല്ലോ. ഓക്കെ, ഒരാളങ്ങനെ ആയിട്ടുണ്ട്. വാ, അയ്യേ പറ്റിച്ചേ. നമ്മളങ്ങനെ ഒരാളെ പരിച്ച് കൂട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ വേണം. ഇവിടെ എങ്ങാനും ഒരു കോഴി സ്പോണായിട്ടുണ്ടോ എന്തോ. ചിക്കൻ. അതാണ്ടൊരു കോഴി. ഇവിടെ 2 കോഴിയുണ്ട്. ഇവന്മാരെ 2നെയും കൊണ്ടുപോവാം. കമോൺ, ലെറ്റ്സ് ഗോ ടു ദ ഫാം. വരൂ, കൂടെ വരൂ, പെട്ടെന്ന് വരൂ. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്താരും പോലും ഗൈസ്. എല്ലാവരും സബ് ചെയ്യുക, ഇപ്പം തന്നെ സബ് ചെയ്യുക ഗൈസ്. ഈ കോഴീനെ കൂട്ടി ഇടുമ്പോൾ തന്നെ എല്ലാവരും സബ് ചെയ്യുക. ഓക്കെ, കോഴിയെ കൂട്ടിലേക്ക് കൊണ്ടുപോകാറായി. ഓക്കെ, ഗേറ്റ് തുറന്ന് ബാ കോഴി. ബ അയ്യോ, പരിച്ചേ. അയ്യോ, ഓക്കെ സെറ്റ്. ഗൈസ്, നൈറ്റ് ആവുന്നത് ഞാൻ ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഇവരെ ഫീഡ് ചെയ്യാം. വലിയ പാടൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു വീറ്റ് ഫാമിൽ നിന്ന് കുറച്ച് വീറ്റിന് പൊട്ടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തതെല്ലാം തിരിച്ച് നട്ട് വെച്ചിട്ട് തിരിച്ചിറങ്ങി ബാക്കിയുള്ള സീഡ് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കണം. അയ്യോ, ഒരടി ഞാൻ അവരെ അടിച്ച്. ഓക്കെ, അവർ 2 പേരും കൂടെ അങ്ങനെ ബ്രീഡായി ഒരു ബേബി വന്നു. ഇനി ഞാൻ കുറച്ച് ദൂരോട്ട് പോയിട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേക്കും അവരുടെ ആ ഒരു ബ്രീഡ് ചെയ്യാനുള്ള ഒരു കൂൾ ഡൗൺ തീരും. എന്നിട്ട് ഞാൻ അവരെ ബ്രീഡ് ചെയ്യാം.
ഇപ്പം എനിക്ക് ആ ഫാം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റരുത്, അങ്ങനെ ഒരു സ്ട്രക്ചർ വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എല്ലാം പോയല്ലോ. ഇപ്പോൾ അങ്ങോട്ട് പോയി ബ്രീഡ് ആവേണ്ടതാണ്. പണ്ടത്തെ മൈൻക്രാഫ്റ്റിനെല്ലാം അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. നമ്മൾ ആ റെൻഡർ മാറിപ്പോകുമ്പം തിരിച്ച് കയറുമ്പോൾ അവരെ ബ്രീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു കോഴി നിൽപ്പുണ്ട്, ആ കോഴിയെ കൊണ്ടുപോകാൻ. ഇല്ല, പറ്റില്ല. നമുക്കെന്തായാലും ഈ കോഴിയും കൂടെ കൊണ്ടുപോകാം അങ്ങോട്ട്. അതേ നടക്കൂ. എല്ലാവരും വാ. ഈ കോഴിയും കൂടെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങി ഓടാം. ഓക്കെ, ഇനി എനിക്ക് അതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ഈ വഴി കയറിയാൽ മതി. ഇതേ കുറച്ച് XPയും കിടപ്പുണ്ട്, ഒരു മുട്ടയും കിട്ടി. ഈ മുട്ട വിരിയോ? ഇല്ല, പൊട്ടിപ്പോയി. ഞാനിനി എങ്ങനെ വെളിയിറങ്ങുന്നേ? ഓ മൈ ഗോഷ്, ഞാൻ കുടുങ്ങി. ഈ കോഴി അതിൻ്റെ അടുത്ത വാ, എല്ലാവരും വാ. ഇല്ല, ശേ. നമുക്ക് തൽക്കാലം ഇത് പൊട്ടിച്ച് അവിടെ വെക്കാം. എല്ലാ ഓക്കെ, ഒരു കോഴിക്കുഞ്ഞ് രക്ഷപ്പെട്ടില്ല. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ വേണം. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗൂഗിളത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ക്യൂട്ടായിട്ടുള്ള 2 ഫാം അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി ഈ ഏരിയ ഫുള്ള് ഫാം കൊണ്ട് നിറയും. മിക്കവാറും ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ ചിക്കൻ ഫാം ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനെല്ലാം ആവശ്യം നമുക്ക് ചിക്കൻ ഫാം കൗ ഫാം ഉണ്ടാക്കാനായിട്ട് വീറ്റ് വേണം. നമുക്ക് ഈ വീറ്റ് അങ്ങ് എടുക്കാം. ഫാം ചെയ്ത് അത്രയും നമുക്ക് വീറ്റ് അങ്ങ് എടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. അത്യാവശ്യം വലിയ വീറ്റ് ഫാം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, വളരുന്ന സീഡ് നോക്കി ഒന്നും വെട്ടണ്ട, എല്ലാം വെട്ടിക്കോ. ഓക്കെ, വളർന്ന് നിൽക്കുന്നതായിട്ട് ഇനി അതിലൊന്നുമില്ല. അതെല്ലാം നമ്മൾ ഫാം ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ 58, അതായത് ഒരു സ്റ്റാക്കും 58 വീറ്റും പിന്നെ 3 സ്റ്റാക്ക് സീഡും കിട്ടിയിട്ടുണ്ട്. 3.5 സ്റ്റാക്ക് ഓളം സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് സീഡ് നമുക്കിങ്ങനെ നട്ട് വെക്കാം. കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നട്ട് വെക്കാം. നമ്മൾ ഇതിലേക്ക് കൂടെയൊക്കെ പോകുമ്പം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് നട്ടിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ പകുതി നട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവരെ ഒന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇയാളെയും ബ്രീഡ് ചെയ്ത് അങ്ങോട്ട് റീച്ച് ആവുന്നില്ല. ഞാൻ എന്തായാലും അങ്ങോട്ടും കൂടെ ഒന്ന് പോയി ഒരാളെയും കൂടെ ഒന്ന് ബ്രീഡാക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ, ഇത് ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ കോഴിക്കൂട്ടിൽ കുറച്ചുകൂടെ കോഴി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീറ്റ് ഫാമിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ബ്രെഡും കഴിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.